അസ്സലാമു അലൈക്കും. ഇപ്പോൾ സമയം 4 മണി അല്ല 3 മണി. കിടന്ന് ഇങ്ങനെ വിശന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് വെച്ചിട്ട് ഇന്ന് വന്നാണ്. അപ്പോൾ കിച്ചണിലൊന്നൊക്കെ കൊണ്ട് ആസിഫ് ഇരിക്കും. അതുകൊണ്ട് ഞാനും ആസിഫും കൂടി ചെറിയ പരിപാടി ഒപ്പിച്ച് ഇവിടെ സോസേജ് ഉണ്ട് ഫ്രീസറിൽ. ഞാനും ആസിഫും കൂടി തൽക്കാലം അതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കും. സാധനം അവിടെ ഉണ്ട്. ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ വെച്ചിരിക്കുന്നു. ഐസ് പോയി കഴിഞ്ഞാൽ നമ്മളെ കലാപരിപാടികൾ തുടങ്ങും. ഓക്കെ, ആസിഫിന്റെ പണികൾ വൃത്തി ചെയ്യേണ്ടി. ഏതാ നമ്മളെ മസാല ഏതാ? മൂസിന്റെ മസാല ഏതാ? തൽക്കാലം കക്കല്ല, നമ്മൾ ഇത് കുറച്ച് മുളക് പൊടി ഉണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് തോന്നുന്നത് ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല. കുനുകുന അരിഞ്ഞ എന്താ വെച്ചാൽ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. പെട്ടെന്ന് ഫ്രൈ ആയി നമുക്ക് തിന്നാൻ നല്ല ചിപ്സ് തിന്നണ പോലെ തിന്നില്ല. അതാണ് ഇപ്പൊ മെയിൻ പരിപാടി. കാരണം ഫുഡൊന്നുമില്ല, വെറും ഇതന്നെ ഉള്ളൂ. നമ്മൾ അത് തിന്നിരിക്കാന്നുള്ളതാണ് പ്ലാന്. 3 മസാല എടുത്തിട്ടുണ്ട്. മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഗരം മസാല ആണോ ചിക്കൻ മസാല ആണോ മനസ്സിലുണ്ട്, അത് എടുത്തിട്ടുണ്ട്. ഇത് പെപ്പർ പൗഡറാണ്. ഇത് മതി. ഉപ്പ് കൂടെ ഉണ്ട്. ഇത് മാത്രം മതി നമുക്ക് മസാല. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. ഇതൊന്നും നിർബന്ധമില്ല. നിങ്ങൾക്ക് വെറും ഉപ്പും മുളക് പൊടി ഉണ്ടെങ്കിൽ അല്ല മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ മതി. അങ്ങനെ തിന്നണ എപ്പോൾ ഇങ്ങനെ തിന്നണം കുറച്ചും കൂടി ടേസ്റ്റ് ആവും. തിന്ന ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ ഇതാകുമ്പോൾ കുറച്ചും കൂടി അവനക്ക് നേരമില്ല, അതാണ് സംഭവം. അപ്പോൾ അവന് കട്ട കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മസാല കൂട്ടും. പിന്നെ അത് ചെങ്ങായി സോസേജ് ആകുമ്പോൾ എന്താ പറയുക, ഈ കോഴിൻ്റെ ഒക്കെ വേസ്റ്റ് ഇല്ലേ അതൊക്കെ കൂടി മറ്റേ പേസ്റ്റ് ആക്കിയിട്ട് വരുന്നതാണ്. ഇതിലിട്ട് കഴിക്കോ? അത് വെച്ചല്ലേ കുറച്ച് ഹൈജീനിക് ആവും പ്ലീസ്. കണ്ടാ മതി. ഹൈജീനിക്ക് ഹൈജീനിക്ക് ഇപ്പൊ കാണാം. ഇപ്പൊ പോകണം അവിടെ പാൻ കൊടുത്തു. ഇതല്ലേ പാൻ വെച്ചിട്ട് കഴിച്ചേ? ഇതല്ലേ കത്തിക്കാ? പിന്നെന്നാ സോസേജ് നമ്മൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. സോസേജൊക്കെ തിന്ന എപ്പോഴെങ്കിലും തിന്ന, ഒരാഴ്ചയിൽ 2 വട്ടമൊക്കെ തിന്നൊരു കുഴപ്പമില്ല. എപ്പോഴും 365 ദിവസം വാങ്ങി തിന്നു കഴിഞ്ഞാല് പണി കിട്ടും. അഡിക്ഷനോ അതാണ് പറഞ്ഞത്. കാരണം ഏറ്റവും സിമ്പിളാണ് നമുക്ക് കുക്ക് ചെയ്യാൻ. നമുക്കൊരു മീൻ വേണ്ട, ഒരു ചിക്കൻ വേണ്ട, ഒന്നും വേണ്ട. ഇതൊരു പാക്കറ്റ് വാങ്ങുക, കട്ടാക്കുക, വേഗം ഫ്രൈ ആക്കി വിടുക, അതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഡെയിലി വാങ്ങി തിന്നാൻ പാടില്ല. പിന്നെ വ്ലോഗ് എടുക്കാനൊന്നും അറിയില്ല. മസാല അയക്കിടും, അതിലിട്ട് കുഴക്കുക. അതിന് മുന്നേ നമ്മള് ആദ്യം മസാല തേക്കുക. മസാല പൗഡർ എടുക്കും, മുളക് പൊടി ഇടും. എത്ര വേണമെങ്കിൽ ജാസ്തി വേണോ? അത് ഇത് ഞാൻ പറഞ്ഞൊരാളെ കുറച്ച് പേര് ഉണ്ടായിക്കോട്ടെ. അപ്പൊ തിന്നാൻ ഉണ്ടാവും. താത്ത പറപ്പിച്ചു നമ്മളെ. കുറച്ചും കൂടെ എടുത്താ, അതൊരു സ്പൂൺ എടുത്തോ. ആ എടുത്തിട്ടോ. അത് അങ്ങനെ കൂടി അന്ന് ഒരുക്കാൻ വെക്കാം. അത് തുറന്ന് ഒരു സ്പൂൺ വെച്ച് കോലാണ്. എന്തോ ഒരു കഷ്ടം. ഒന്ന് ഇളക്കിയൊന്ന് ഉള്ളുകണ്ട് വെച്ചാൽ മതി. വല്ലതും കണക്കല്ലേ. ഇത് ജാസ്തി വേണ്ട, ജാസ്തി വേണ്ട. ഒരു സ്പൂണാ നാക്കാല് കുറച്ച് ഇജ്ജ് പഠിച്ചിട്ട് അങ്ങനെ താത്ത. ഈ മഞ്ഞൾപ്പൊടി അങ്ങനെ ഇടൂലടാ കുതിര. മതി, അത് അത്ര ഇടുള്ളൂ. കിച്ചണിൽ കയറി പരിചയണ്ട. എന്റെ അത്ര കയറിക്കണോ? പിന്നെ അല്ലെങ്കിൽ രുചിഭവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറന്റ്, ഇത് ഞാൻ വെറുതെ പറയില്ല. അവിടെ ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്ന എനിക്കും എന്റെ ചങ്ങായിക്കും അറിയാം. സിനാന്
ഇനി എത്ര ഉണ്ട്? ആ ഒരു ഇഞ്ചിന് ആദ്യം മണത്തൊക്കെ ഏതോ മസാല ഇത് ഗരം മസാല. ആ മൂക്ക് കയറും പന്നി. എന്താ ആ അത്യാവശ്യത്തിനുള്ള കഴിക്കുന്നത്. ഞാൻ എല്ലാവരും കുറച്ചിട്ടാണ്. ഇതെന്തായാലും ഒരു ആരും അടുക്കള കയറില്ല. ഞാനൊക്കെ ഉമ്മാനോടെ ഞാൻ നാട്ടിൽ പോയപ്പോൾ ഉമ്മാനോട് പറഞ്ഞു ഞാൻ എന്തായാലും വന്നെങ്കിൽ റെസ്റ്റ് എടുത്തോളിന്നൊക്കെ. തൈര് ഇടണം. തൈര് വേണ്ട, അത് മറ്റേ തൈര് ചിക്കൻ ഇത് ബിരിയാണിൻ്റെ മസാലയൊക്കെയാണ് തൈര് കൂട്ടുന്നത്. ഇത് പെപ്പർ പൗഡർ. ആദ്യം സ്മെല്ല് നോക്കിയാൽ അല്ല ഈ ജീരകം കൂടി. ജീരകം കൂടിയാ സാമ്പാർ പൊടിയാണ്. അത് മാറ്റിക്ക്. അത് താത്താക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് അതിൽ ഇട്ട് ചിക്കൻ ഈസ്റ്റാണ് സാമ്പാർ പൊടി. കുറച്ച് ഉപ്പിട്ടാ അത് മതി. കുറച്ചിട്ട് ജാസ്തി ഇടണ്ട. അതിൽ ഓൾറെഡി കുറച്ച് ഉപ്പിൻ്റെ ഇത് ഉണ്ടാവും. ഇല്ലില്ല, കുറച്ചും കൂടെ വേണം. മതി. ഇനി അത് മിക്സ് ആയ എണ്ണ വിനാഗിർ ഉണ്ടെന്നല്ലേ ഇതിനെ നമ്മൾ കുക്ക് ചെയ്യണം എന്തായാലും. മ്യൂസിക് ഓയിൽ ഉണ്ടാവില്ലല്ലോ. ഓയിൽ അത് നാളെ വാങ്ങിക്കോ. നാളെ വാങ്ങിക്കാം. കുറച്ച് മതി. അതങ്ങനല്ല, അത് മതി. ഇനി മിക്സ് ചെയ്യാം. തക്കാളി എന്തെങ്കിലും വയ്ക്കാം. തക്കാളി എന്തെങ്കിലും തക്കാളി കറിവേപ്പില ആരും നോക്കി പുറത്തു വേണ്ട കൈസ്. റെക്കോർഡല്ലേ ഇത്രയും നേരം? റെക്കോർഡാണ്. നല്ല മിസ്കാവും. പ്രത്യേകിച്ച് മണമൊന്നുമില്ല. പക്ഷെ ഇത് നമ്മളൊരു പുളിക്കോ. ആസിഫിന് ചലഞ്ച് വെക്കുന്ന വീടുണ്ടല്ലോ ജില്ലയിലെ പറഞ്ഞ ആസിഫ് ആ മുളക് തിന്നണതേ. ആസിഫിന്റെ നാട്ടുകാർ എല്ലാവർക്കും അയച്ചെടുത്തിട്ടുണ്ടാ പറഞ്ഞേ. ആകെ 11 സബ്സ്ക്രൈബർ, 26 4 റൂമത്ത് സെന്റർ ഭാഗം പൊന്തലാണ്. അപ്പൊ എണ്ണ എങ്ങനെ നിൽക്കുള്ളൂ. ചുറ്റും ഇട്ടെടുക്കണം. വേറെ എണ്ണ ഉണ്ട്. ആ ഇത് മതിയാ. ഇത് ഇത്ര എണ്ണല്ലേ. ആസിഫിന്റെ ഉമ്മത് കാണണമെങ്കിൽ കാണട്ടോ. എന്റെ ഉമ്മ ഒന്നും കാണണ്ട. ഞാൻ അടുക്കളയിൽ കയറ്റാതെ കൊണ്ടുനടന്ന മോനാണ് ഞാൻ. ഇവിടെ വന്ന എല്ലാരും കേറുന്ന സംഭവം കിച്ചണിൽ പരിപാടി. ഇത് പൊളിക്കും. ഇത് കണ്ടിട്ട് സക്സസ് ആവാൻ തോന്നുന്നു കേട്ടോ. 11 സബ്സ്ക്രൈബറില്ല, 11 എന്തായാലും കാണും. ബാക്കി സാധനം സക്സസ് ആവാൻ ഉദ്ദേശിച്ചത് അങ്ങനെ സാധനം രസം ഉണ്ടാവുന്നത് അല്ല, സബ്സ്ക്രൈബേഴ്സ് അല്ല. മസാല പൊടിയോ അംശമുണ്ട് കേട്ടോ. അത് പറഞ്ഞപ്പോഴാണ് ഗൈസ് എന്റെ റീലില് ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഷൂട്ടും എഡിറ്റ് ഒക്കെ കഴിഞ്ഞു. ഇത് ജാസ്തി ചൂടുണ്ട്. അത് എണ്ണ പാരുന്ന അപ്ലോഡ് ചെയ്യും. നമ്മൾ എണ്ണ വയ്ക്കാൻ പോകുന്നുണ്ട്. എണ്ണ ഇവിടെ ചൂടായിക്കോട്ടെ. ജാസ്തി വേണ്ട, കാരണം നമുക്കിങ്ങനെ വറുത്തെടുക്കാനല്ലേ. ചിപ്സ് ജാസ്തി വേണ്ട, മുഴുവൻ വെച്ചിട്ടുള്ള അതിലല്ലേ ബാക്കി മതി. ഇത്ര മതി ഉണ്ടാവുള്ളൂ. ഹലുവ കഷ്ണം പോലത്തെ പീസാണ്. ഇതാണ് നമ്മൾ തിന്നാൻ പോകുന്നത്. അറിയാം എന്താകും ഇതിന്റെ ഔട്ട്പുട്ട് നാളെ അറിയാൻ പറ്റും. ഔട്ട്പുട്ട് നാളെ മാറി അങ്ങനെ കടുകിട്ടില്ലല്ലോ. കടുകിട്ട് ഇട്ടൂടാ, മൊത്തത്തിലിടേ. കൊട്ടിക്കോട് ചങ്ങായി, കയ്യടാ. ആ കൊട്ടിക്കോ. എക്സ്പീരിയൻസ് ആണോ? അത് തുടച്ചു. 11
ഇത് താജ്മഹലാവും തോന്നുന്നു. കൈ ചുട്ടോട്ടു മുക്കാണ്ട നല്ല ടേസ്റ്റും ഉണ്ട്. മിക്കവാറും അതൊക്കെ ആവും ഇവിടെ. നമ്മൾ കുറച്ച് നേരം അങ്ങനെ വിൽക്കുക. ആ സമയം ചെയ്യാന്നറിയോ, അടി പിടിക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കും. അത് ഇപ്പഴല്ല കുറച്ച് ഇതാവട്ടെ, ഇതായി വരട്ടെ. ഇത് മൂസിം പറഞ്ഞ മാതിരി എല്ലാവരും ആരും പറയാൻ കിട്ടോ. അല്ലാണ്ട് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ രുചിമാൻ പറഞ്ഞ റെസ്റ്റോറന്റ് ഉണ്ട്, അവിടെ ഒരു സാധനം വരാണ്ട് മോനെ. എന്റെ ഒരു ഐറ്റം ഉണ്ട്, എന്റെ സ്പെഷ്യൽ സാധനം അവിടെ. അല്ലെങ്കിൽ പിന്നെ മീനാ ബസാറിൽ ആരെങ്കിലും ഇത് കാണുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞോട് തന്നെ എന്നെ പറ്റി. അല്ലല്ല, ഇവർക്ക് അറിയണ്ടാവും, കാണുന്നവർക്ക് അറിയാം. 11 സബ്സ്ക്രൈബർ, 26 വ്യൂസ്. പിന്നെന്താ 8 റൂം ഇതേമാതിരി നാട്ടില് ഗ്രൂപ്പിലിന്റെ 3 പിള്ളേരായിട്ട് കണ്ടിട്ടുണ്ടാവും. പിന്നെ അങ്ങനെ പോയി. അപ്പൊ ജനസംഖ്യ ഇനിയും കൂടും. ചിലപ്പോ ഇത് 26 വ്യൂസ് കൂടും, 26ലും കൂടും. 10 മിനിറ്റ് ആയിട്ടാ. മറ്റേ യൂട്യൂബ് ആകെ 8 മിനിറ്റ് ഉള്ളു, ഇത് 10 മിനിറ്റ് തന്നെ. അല്ല എടാ മസാല പിടിക്കട്ടെ പൊട്ട. അതിനാണെങ്കിൽ ഇത് ഇങ്ങനെ കുത്തി ഇളക്കി പിന്നെ രസം ഉണ്ടാവില്ല. വെച്ചിക്കണ ഗ്യാസ് കത്തുന്നത് ഒരു മൂലക്കല്, പാത്രം ഒരു മൂലക്കല് ഇജല് വെച്ചിക്കണ്ടേ. ഞാൻ വെക്കുമ്പോ വെക്കേനി കരിയും. അത് മീഡിയം ഫ്ലെയിം മതി. മതി മീഡിയം ഫ്ലെയിം. മതി അവിടെ എടുക്കട്ടെ. അത് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. നമ്മള് മീനൊക്കെ പൊരിക്കാൻ അമ്മ നമ്മളെ ഏൽപ്പിച്ചു പോകും. നമ്മള് പെട്ടെന്നാവാൻ വേണ്ടിട്ട് തീയാണ്ട് കൂട്ടി വെക്കും. അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് സാധനം കഴിഞ്ഞു നിക്കല്ലേ. നമ്മള് വളർന്നു വരുന്നൊരു തലമുറക്ക് വേണ്ടി പറഞ്ഞാണ് നമ്മളിപ്പോ. നിയാസ്ക റൂമിൽ എത്തിയിട്ടില്ല. നിയാസ്ക മറ്റന്നാൾ നാട്ടിൽ പോകണ്ടോ? എന്തോ ലഗേജ് കെട്ടാനും പരിപാടിക്ക്, ഷാർജക്ക് പോവാൻ പരിപാടിക്ക് വന്നിട്ടില്ല. വരും മിക്കവാറും ബ്ലോഗിനിടയിലാവും വരുന്നുണ്ടാവുക. മറ്റേ പരിപാടി വരും. തീ മേലേക്ക് എത്തിച്ചാണ് അങ്ങനെ ഒന്നുമില്ല, കുറച്ച് വെള്ളം അതന്നെ. അപ്പൊ തീയണ്ട ആളും ദുബായിലെ അല്ലായ പാതയിലാണ് അണ്ടിമുണ്ടി ഒരു ആപ്പിള് കാണും. അത് നമ്മൾ തന്നെയാണ്. കുറച്ച് വാടിക്കുന്നുണ്ട്. നല്ലതല്ല, കുറച്ച് പ്രായം ഉണ്ടാവും. കുറച്ച് ദിവസം മേത്തൂർ പൊട്ടിച്ചിട്ടേ. അത് നല്ല ഏതാണ് അത്? നമ്മൾ തന്നെ കള്ളാന്ന് പറയോ? ഇജ് എടുത്ത മോനെ. ഞാൻ എടുത്തിട്ട് തന്നെ ഒരാൾ കള്ളാന്ന് വിളിച്ചാൽ എനിക്കൊന്ന് കാണാൻ. മദീന മാർക്കറ്റ് ആടാ, അത് 100 വാങ്ങിക്കൊടുന്നാ. 100 വാങ്ങിക്കൊടുന്നാ. ഡോണ്ട് വരും. അങ്ങനത്തെ സ്വഭാവം സത്യം. 57 വരും. 56 അതും ഇതിലുണ്ട്. അത് യൂട്യൂബിലുണ്ട്. 56 ഓനാണ് ബില്ല് വാങ്ങിയത്. അപ്പൊ 56 ദിറംസ് ഓൻ കൊടുക്കാന്നുള്ള രീതിയിൽ ഒന്ന് കയ്യിൽ വന്നപ്പോത്തിന് ഞാൻ കൊടുത്ത്. അത് വരാതെ ഒന്നുമില്ല. പറഞ്ഞു പഠിച്ചോനെ. എന്താണ് അതാണ് പ്രശ്നം. ഇതിപ്പോ കരിയൂട്ടോ. അല്ലല്ല, അയ്യോ കറക്റ്റ്. പിന്നെ കഴിച്ച് ഞാൻ ഒരു ടിപ്പും കൂടി പറഞ്ഞുതരാം. ഒരിക്കലും കയ്യിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കരുത്. ഒരു പകുതിക്ക് പിടിച്ചാൽ വൃത്തിക്കോ. മറ്റേന്ന് വെച്ചാല് മേലെ പിടിക്കുമ്പോ പുറത്തു പോകും. അങ്ങനെ ചെയ്യണവരുണ്ട്. ഞാൻ ബിഗിനേഴ്സിനാണ് ഈ പറഞ്ഞു കൊടുക്കണേ. നമ്മള് പ്രോടാ. അത് വരട്ടെ. പ്രോഡ് എനിക്കോണ്ട, ഞാൻ കഴിച്ചല്ലേ. നമ്മളല്ല ഓട്സും അന്റെ പോലല്ലോ നമ്മളെ. ഇത്
ഇത് കഴിഞ്ഞിട്ട് ഈ മസാലയിൽ ആപ്പിൾ പൊരിക്കുന്നതാണ്. മസാല ഒക്കെ കൂട്ടിയിരിക്കണം അവിടെ. ട്രൈസിപ്സാ 2 ദിവസം ജിമ്മിന് പോയി. വലിയ ആളായിട്ട് കുടിക്കാൻ വെള്ളം, സൈഡ് ബാഗ്, പിന്നെ ക്രിയാറ്റിന് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. 2 ദിവസം പോയി പറ്റാണ്. 3-ാമത്തെ ദിവസം ജ്യൂസ് കുടിക്കണ മാതിരി അതെങ്ങനെ അടിച്ചടിച്ചാൽ കുടിക്കാൻ ഒരു കാര്യമില്ല. പക്ഷെ ഞാൻ പോയിന്നിട്ട് അത്യാവശ്യം ഞാനൊരു 6 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് പോയിന്. പിന്നെ നിർത്തല്ല, ഞാനങ്ങനെ നിർത്തിപ്പോയി. എനിക്ക് മതി. അതുവരെ വിശപ്പടക്കാൻ 2 ആപ്പിൾ എടുത്തിരിക്കും. ആസിഫിൽ ലുഡോ തോറ്റിട്ടുള്ളൊരു വീഡിയോ ഇൻസ്റ്റയിലുണ്ട്. ഇൻസ്റ്റയിൽ പറ്റി അജ്മാൻ ട്രൈബൽസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അടിപൊളി വീഡിയോ. ഞാൻ പറഞ്ഞില്ലേ, പോയി കണ്ടുപോയി. ഇപ്പം അടുത്ത് അവൻ്റെ ക്ലിനിക്കത്തെ കുട്ടികളൊക്കെ കണ്ടെന്ന് പറഞ്ഞിട്ട് വ്യൂസ് ഷെയറൊക്കെ കയറി. അപ്പോൾ ഇത് നാട്ടിലേക്ക് എത്താൻ കൂടി സമയം എടുക്കുന്നുണ്ട്. അവ ഷെയർ ചെയ്യണില്ല, നമ്മൾ ഷെയർ ചെയ്ത് എത്തണം. എന്താ ആവശ്യം കാരണം ആ തോറ്റ കളി വരാളെ. അതിന് ശേഷമുള്ള കളി എന്തെങ്കിലും ചോദിച്ചോട് പറയൂ. അതിന്റെ ശേഷമുള്ള കളിയില്ല, ലാസ്റ്റ് കളിയിൽ ആദ്യം ജയിച്ചിട്ടില്ല. ഒറ്റ കളി തോറ്റില്ല. സോപ്പ് ചെയ്ത് ഒറ്റ കളിയില്ലേ ഞാൻ അന്ന് കളിച്ച് അന്ന് നിങ്ങള് വീഡിയോ എടുത്തു. ഞാൻ തോറ്റന്ന് അതേടാ ഇത് ഞാൻ ജയിച്ചിരിക്കണം. അതും കൂടി പറഞ്ഞാ മിക്കവാറും നാളെ റൂമിൽ നിന്ന് പുറത്താകും താത്ത. എന്താ കരിഞ്ഞ് കുതിര. ആരാണ് ഇങ്ങനെ മെയിന് ആക്കല്ലേ എങ്ങനെ ഇത് പിടിക്കണ്ടെന്ന് അറിയുള്ളൂ. ശരിക്കും പിടിച്ചാക്കിക്കൂടെ. ഇത് അടിപൊളിയാണ്. ഇത് എങ്ങനെ ഒന്ന് കുളിക്കേണ്ടി വരും കേട്ടോ. നല്ല ചൂടാണ്. ഇപ്പൊ വേർത്ത് വലിക്കണം. ഓൾറെഡി ഒരു കുളി കുളിച്ചിട്ട് കേട്ട് വന്നതാണ്. ഇപ്പോ നല്ല ചൂടായി തുടങ്ങി. എന്ത് ചെയ്യണ്ടേ പറിച്ചോൻ കാല. തണുപ്പാണെങ്കിൽ പെരും തണുപ്പും, ചൂടാണെങ്കിൽ പെരും ചൂടും. നാട്ടില് ചൂടാണ്. ഇപ്പൊ ഇത് നാട്ടിലൊരു കാണണമെങ്കിലേ നാട്ടിൽ പെരും ചൂടാണെന്ന് അറിയാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടുത്തെ ചൂട് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അതെ, അടുപ്പത്തെ നിൽക്കുമ്പോ ഇതിനി സ്പൂണിൻ്റെ ആവശ്യമില്ല. എപ്പോഴും ഇത് തീ മറ്റേ പുക കാണാൻ കാരണം എന്താ പറയുക, ഫ്ലെയിം കൂട്ടിച്ചില്ല. എനിക്ക് മനസ്സിലായി. ഫസ്റ്റ് ഇതെന്തായാലും ഒരു പാളിൽ പാളിച്ചില്ല. അങ്ങനെയല്ലെങ്കിൽ പറഞ്ഞ നേരത്തെ ഇത് വലിയ എക്സ്പീരിയൻസ് ഇല്ല, പ്രോവാ. പക്ഷെ സോസേജിന്റെ കാര്യത്തിൽ ഞാൻ ബാക്കില്ല. ചിക്കനും ഞാൻ വളരെയധികം കഴിച്ചൊരു വ്യക്തിയുണ്ടോ, അതുകൊണ്ട് കറി ഇതിന്റെ ടെക്നിക്ക് എന്താണെന്നില്ല. ചിക്കന് മട്ടന് ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കും. എത്ര സിമ്പിളാക്കി ഉണ്ടാവില്ല. സോസേജ് ചിക്കൻ കറിന്റെ ഒരു പ്രോസസ് പറഞ്ഞിട്ട് മസാല ഒന്നും പറയണ്ട. എന്താ പറയുന്നത്? ഫസ്റ്റ് എങ്ങനെയാണ് കറി അതിന് ശേഷം ഉള്ളി ഇടണ്ടി. അത് ഉള്ളിന്റെ മുന്നേ ചിക്കനും ബക്കറ്റ് പാത്രത്തിൽ കിടന്നോ, കുക്കർ എടുക്കാം. അല്ലല്ല ഇത് വരാൻ വീഡിയോ ഓഫ് ആയി പറഞ്ഞത് ഞാൻ പറഞ്ഞത് വേണ്ട വേണ്ട. അല്ലല്ല ഞാൻ നല്ലോണം ഉണ്ടാക്കും. മൂസിനോട് ചോദിച്ചു, മൂസിന്റെ നെയ്ച്ചോറ് നിന്നിക്കണേ, എന്റെ ബിരിയാണി മൂസി നിന്നിക്കണേ. ഞാൻ വെറുതെ അറിയാലോ കേട്ടോ, മൂസിനോട് ചോദിച്ചാലാ ഞാൻ ഉണ്ടാക്കിയാണ്. ഞാൻ തിന്നിക്കണേ. ഞാൻ എന്റെ പെരിയത്തെ ഗ്രൂപ്പിലൊക്കെ ഇട്ടീനി, ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഇട്ടീനി. ഞാൻ ഉണ്ടാക്കിയിട്ട് കറിയാ. സോ സിമ്പിൾ ബ്രദർ, സിമ്പിൾ ബ്രദേഴ്സ്. പട്ടിയെ പോലെ പണിയെടുക്കുക, എന്നിട്ട് രാജനെ പോലെ ജീവിക്കുക. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വെറും പട്ടിനെ പോലെ ജീവിക്കലും. ഇതൊക്കെ കൊയിച്ചിട്ടുണ്ടവന് കിട്ടണം പോയിക്കാണ്. ഇതാണ് മുരിയണം എന്നുണ്ടെങ്കിൽ കുറച്ചേരും കൂടി. അല്ലല്ല മുരി മുരി മുരിയും അടിപൊളി. അവിടെ ചിപ്സ് തന്നെ മാതിരി ഒരു കട്ടൻ ചായ ഉണ്ടാക്കുവാണെങ്കിൽ ഇവന്റെ അടുത്ത്
എനിക്കറിയാം, ഞാൻ ചായ കുടിക്കില്ല. ഞാൻ കുടിക്കില്ല, രാവിലെ ഉറങ്ങും. ഞാൻ കോഫിനെ കുടിക്കലുള്ളൂ കുറേ കാലമായിട്ട്. അംഗീകരിക്കില്ല കൈ, സത്യമാണ്. ഫ്ലെക്സിങ് ആണ്. പക്ഷെ കോഫി കൂടുതൽ കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ, കഫേന് ജാസ്തി ആയ പ്രശ്നമാണ്. കോഫിയിലെ മെയിൻ കണ്ടന്റ് കഫേനാണ്. സോ ബി കെയർഫുൾ. എന്താ ഇതിന്റെ ഒരു സൈഡ് എഫക്ട്സ് എന്തായിരുന്നു? സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഗെറ്റിംഗ് അഡിക്റ്റ് കോഫി. സോ per day you have to drink one maximum. That's it. Okay. That's type of addiction, brother. പിന്നെ ഇത് കരിഞ്ഞു തുടങ്ങിട്ടോ? നീ കഴിഞ്ഞു തുടങ്ങൂല അങ്ങനെ കരിയ. ആരാ എൻ്റെ ഫുള്ള് നോക്കണം? കരില്ലേ വിട്ടാ തീ ഇപ്പം മേലെ കയറി. അല്ല ഇങ്ങനെ അയക്കണമെന്നുണ്ടെങ്കിൽ സക്സസ് എന്നാണ്. വിട്ടുപോയിക്കണേ പേടിയല്ല. നീല കണ്ട നീ ഇറങ്ങണം. നമ്മളെ വ്ളോഗിൽ വൃത്തിക്കുന്നത് കട്ടും പരിപാടി ഇല്ല കേട്ടോ. അതാണ് പറഞ്ഞത്. ഈ കട്ടിങ്സ് എഡിറ്റിങ് പരിപാടി ഒന്നുമില്ല. ഇത് എങ്ങനെയാണോ എടുക്കണേ നേരെ വേറെ പരിപാടി ഒന്നുമില്ല. ഇത് ചിലപ്പോ ഇപ്പൊ ഫോൺ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, ചിലപ്പോ ഫോൺ ഇങ്ങനെ പോയി. നമ്മൾ വ്ളോഗിൽ അറിയില്ല. ആദ്യമായിട്ട് ഇങ്ങനെ പിടിച്ചതുകൊണ്ട് കൈയൊക്കെ ഇങ്ങനെ കടയുണ്ട്. പ്രശ്നം നമുക്കൊന്നും പിടിച്ച് വർത്താൻ പറയലണ്ട. ഞാൻ ഈ റൂമിൽ നിന്ന് തൊള്ളടൊന്നും നോക്കണ്ട. ഇവിടെ നിന്ന് പുറത്ത് ഈ ഏറ്റവും ഫിയർ അത് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറയാം. ഇപ്പൊ പറഞ്ഞെങ്കിൽ ഒന്ന് അടുത്ത വീഡിയോ വരാന്നുണ്ടാവില്ല. ഇത് ഓക്കെ ഇതിപ്പോ മതി. കറക്റ്റ് നോക്കാം. ചൂടാറിക്കോട്ടെ മനസ്സിലാവും. അയത്തന്നെ മതി. 14 പാത്രം എടുക്കണേ. അത് മതി. അതന്നെ മോനെ, അത് അങ്ങനെ വായിക്കിടാൻ പോണി എണ്ണ ഇല്ല ഇതില്. അത് പറ്റിപ്പോവും. എടുത്തതൊക്കെ എത്താത്ത നമ്മളൊക്കെ തിരിച്ചു വെച്ചിട്ടുണ്ടോ? ഇത് എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ എടുത്തു. കുറച്ചൊക്കെ ഓരോ സ്പൂണൊക്കെ എടുത്തിട്ടുള്ളൂ. ഇതാവടാ, അത് തന്നെ ആവശ്യമില്ലടാ കുട്ടപ്പോ. ഇതിപ്പോ ചൂട് മാറാതെ തിന്നാൻ പറ്റില്ലേ? ഈ പാത്രത്തിന്റെ ചൂട് മാറില്ല, ഇതിന്റെ ചൂട് മാറുള്ളൂ. ഇത് കിട്ടാളാ ഈ മസാല. ഇത് എന്താ പ്രശ്നം? നിനക്ക് ആവശ്യത്തിലേറെ ഉള്ളതും ക്ഷമയാണ്. എന്താണ് ഹൈജീനിക് ആയതിനാണ് ഇവിടെ ഒരു ബീച്ച് അതിന് ഫാന് കിട്ടാളാ. ഹൈജീനിക്കിന് ഏതാ അറിയാം? കള്ളക്കൊരട്ട. എന്തോ കഷ്ടമാണ്. ഇപ്പൊ തൊട കമത്തിയുണ്ട്. പൂജി കൗത്തിയിട്ടില്ല, കുറച്ചാക്കി. അതാ പ്രശ്നമായത്. അച്ചാറോ ഇതിപ്പോ ഇത് വെക്ക് സിങ്കിൽ വെച്ചാളെ. ഞാൻ മോറ് അത് ഏതാന്നുള്ള നിങ്ങൾ ഏത് ഭാഷ നിങ്ങൾ പറഞ്ഞിട്ടാ. മോറ് പോലും എന്ത് മോറല്. മോറല് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലൊരു വേർഡ് നിങ്ങൾക്ക് അറിയാം, മോറൽ. മലയാളത്തില് മോറെന്നൊക്കെ പറഞ്ഞാൽ എന്താ ആശീഫേ? 80 വിട്ടിക്കണ്, 90 80 വിട്ടിക്കണ്. മോറ പോലും നമ്മൾ മലപ്പുറത്തുള്ളവർക്കൊക്കെ നമുക്ക് കേട്ട് പരിചയമുണ്ട്. പക്ഷെ നമ്മളങ്ങനെ പറയില്ല. പാത്രം മോറ, ബടുക്കണി, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഓ വേർത്ത് ഒലിക്കണുണ്ടോ ഗൈസ്? ചൂടാണ്, പെരും ചൂടാണ്. ഈ രാത്രി 4 മണിന്നൊക്കെ പറയണ്ടെങ്കിലും ചൂടാണ്, അസാമാന്യ ചൂടാണ്. ഓ എൻ്റെ ചിപ്സ് പോലെ ഗൈസ്. അതാണ് നമ്മൾ ആവശ്യം. 23 മിനിറ്റായി. 23 മിനിറ്റ് ഇട്ടാ. ഇത് സീനാവും, അപ്ലോഡായി കിട്ടൂല. കട്ടാവൂല. വലിയ വ്ളോഗർമാര് വരെ വീഡിയോ 30 മിനിറ്റ് 45 മിനിറ്റ് ഒക്കെ. ഞങ്ങളെ വീഡിയോ 30 മിനിറ്റ് കോമ്പിനേഷൻ.
एक मेरा 2 तेरा 2 मेरा ज़्यादा बात नहीं ഇത്ര വെല്ലുവിളിച്ചാണല്ലോ ടെസ്റ്റ് ചുത്തിയൊക്കെ പോലും എന്താണ് തെറിയാണ് സോറി അറിയില്ല എനിക്കറിയില്ല ജുട്ടി എന്ന് പറഞ്ഞാൽ ആ ജുട്ടി എന്ന് പറഞ്ഞാൽ ഓഫ് ഡ്യൂട്ടി ഓഫ് ഡേ ചുട്ടി 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 നമുക്ക് അറിയില്ല കഴിച്ചു നമ്മളൊക്കെ ഇടയ്ക്ക് മൂത്ത ആൾക്കാർ അവരൊക്കെ വന്നിട്ട് എത്ര വല്ല വന്നിട്ട് യുഎയിൽ ഉണ്ടല്ലോ ഒരല്ലോ സീരിയസ് ആയി ഒരു ആയിട്ടുള്ളൂ അവൻ ജൂനിയറാണ് കഴിച്ചു എന്ത് കാര്യം എന്തായോ ഇതിന്റെ മുന്നേ എന്താ നീ പറഞ്ഞേ എന്താ കല്ലം അറബിക് ഫി موجود കല്ലം വല്ല മാഫി കല്ല എന്തെങ്കിലും പറയാതെ ഞാനെങ്കിലും റിപ്ലൈ മാഫി പോയതാ മാഫി പായതാ ഇതൊക്കെ വെറും സെയിൽസ് ആണ് വെറും സെയിൽസ് അടിച്ചാ ജയ് ബാദ الحين ما في بعدين بعدين ما في അറബിക്കാരെ നമ്മളെ هذا شهر موت هذا മൂത്തുകളല്ലേ ഇപ്പൊ അത് നോക്കണ്ടേ മൂത്തുകളല്ലേ കണ്ടിട്ട് എനിക്ക് അറബി അറിയില്ല മുത്തേ അതെന്താ അപ്പൊ മൂത്തത് ജിജി ഇതിമ എന്താ ബൈറ്റിന്റെ സാധനമൊക്കെ ഇതിമേ പാണ്ടി ഞാൻ വന്നൊരു 3 വർഷം കഴിഞ്ഞു കഴിച്ചു വലിയ കഥയാണ് അതൊക്കെ വരും വീഡിയോകളിൽ വരും ഇതൊക്കെ നിലനിൽക്കുകയാണെങ്കിൽ ആദ്യം 500 സബ്സ്ക്രൈബർ ആവട്ടെ ഇപ്പൊ 11 സബ്സ്ക്രൈബർ ഉള്ളു അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ഇതേമാതിരി നമ്മൾ ഗിവ് അവേ ഉണ്ടാവുന്നതാണ് ഗിവ് അവേ ആണ് വേണ്ട റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം നമ്മൾ കൊടുക്കാം ഗിവ് അവേ കൊടുക്കാം 500 ആളായി കഴിഞ്ഞാ എന്ത് കൊടുക്കാൻ ഗിവ് അവേ അത് എന്ത് ഗീവ് കൊടുക്കാം ഇതേമാതിരി എല്ലാവർക്കും ഒരു സോസേജ് ഫ്രൈ നമ്മൾ സൺഗ്ലാസ് കൊടുക്കാം വേണ്ടെങ്കിൽ വേണ്ട നാസ്കറിന്റെ കുറച്ച് ഷമീർ ഖാന്റെ പോലെ ഇത് നിങ്ങളൊന്നും കാണില്ല എന്നൊരു ധൈര്യമായിട്ട് പറഞ്ഞു ഷമീർ ഖാന്റെ ഹോൾസെയിൽ ഇരിക്കുന്ന ആളാണ് അതിന്റെ റീറ്റെയിൽ ഇരിക്കുന്ന ആളാണ് ഞാൻ അപ്പൊ എന്ത് ചെയ്യും 500 സബ്ബായി കഴിഞ്ഞാൽ അവരിട്ടിട്ട് ഒരു അല്ല നമുക്ക് റോഷനിട്ട് കൊളാബ് ചെയ്യാം അതൊക്കെ ചെയ്യും അതൊക്കെ എന്താ ചെയ്യും റോഷനിട്ട് കൊളാബ് ചെയ്തിട്ട് നറുക്കെടുക്കണ എന്താ പറയാ ഇംഗ്ലീഷിൽ ഡ്രോന്നാ ലക്കി ഡ്രോ അപ്പൊ എന്ത് ചെയ്യും 500 ആൾക്കാർ പേര് ചെയ്തിട്ടുണ്ടാവും അതിലും ഒരു അർമാനിന്റെ സൺഗ്ലാസ് എംപോരിയോ അർമാനി എന്ന് പറഞ്ഞ സൺഗ്ലാസ് നമ്മളെ അയാൾക്ക് ഫ്രീ ആയിട്ട് തരും ഗൂഗിളിൽ പുതിയ വീഡിയോയിൽ രചിച്ച് വെച്ചതാണല്ലേ ഉപയോഗിക്കുന്നത് പക്ഷെ ഞാൻ ഉപയോഗിച്ച സാധനം നിങ്ങൾക്ക് തരും തേരാണെങ്കിൽ കിണ്ണായിട്ട് സാധനം തരും ഞാൻ പറയുമ്പോ കൊടുക്കുന്ന വൃത്തികളോട്ടുള്ള യൂസ് ചെയ്തല്ലേ കൊടുക്കണ്ടേ സെലിബ്രിറ്റി യൂസ് ചെയ്ത് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെയും തരും കേട്ടാ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾ പുതിയ വേണമെങ്കിൽ പുതിയ തരും യൂസ് ചെയ്താണെങ്കിൽ യൂസ് ചെയ്ത് തരും ഇതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല അത് വിഷയിക്കണോ ആ മസാല കൂട്ടിയാണ് കിട്ടില്ലെന്നാണ് ആ മസാല കൂട്ടിയോളൂ ആ കയ്യിലിട്ട് ഞാൻ തിരിച്ചില്ലേ അപ്പോഴാണ് രസമായത് ഹൈജീനിക് നിങ്ങൾ കാണാത്ത നേരത്തെ പാനിൽ പോയതൊക്കെ എടുത്ത് ഇട്ടിങ്ങനെ പ്രശ്നമല്ല നമ്മളെ നിന്നാൽ പിന്നെ കുറച്ച് കൂറൊക്കെ തിന്നാൻ കൊടുക്കും അത്രയൊക്കെ തന്നെ കൂറ ഏറ്റി മോളം കൊടുത്ത് ഇങ്ങോട്ട് 2 മിനിറ്റ് ഇവിടെ വെച്ചാൽ മതി കൂറ ഏറ്റിട്ട് പോകും കൂറായിട്ട് ഓടുന്ന കാണാൻ പറ്റുമ്പോൾ വേർത്ത് വിളിക്കണ കൈസ് അല്ല എന്റെ വിളിക്കണില്ല പിന്നെ ഇവിടെ എന്താ ഇല്ലല്ലോ വിളിക്കണില്ല എന്നാടാ മൂക്കുമ്പോ ഇട്ടാ നിൽക്കണ് നെറ്റുമ്പോ കൂടി വിളിക്കണം ഞാനാണെങ്കിൽ ഒക്കെ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് എടുക്കാം അപ്പൊ ഏത് തരം പെർഫ്യൂമിന് ആസിഫിനെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ അജ്മാനില് റാഷിദിയ 2-ലുള്ള നെസ്റ്റോറിനുള്ളിൽ ഷോപ്പിൽ വരുന്നതിനും ഇത് റാഷിദിയ 2 കേട്ടോ എന്നാ ഞങ്ങൾ നിൽക്കണ ഭാഗം റാഷിദിയ 2 ആണ് അപ്പുറ സൈഡ് അവൻ പറഞ്ഞ
പ്രകൃതി മാൾ നെസ്റ്റോ സഗോറ പെർഫ്യൂംസ്. ഏത് തരം സാധനം അവിടെ അടിപൊളി ഇന്നത്തെ വാനില മസ്ക് പറഞ്ഞൊരു പെർഫ്യൂം ഉണ്ട്, മസ്റ്റ് ട്രൈ സാധനം. സൂപ്പർ. ഫ്രീ ആയിട്ട് കൊടുത്തിന്റെ നന്ദി കാണിക്കണത്. ഞാൻ അടിച്ചിട്ടില്ല, ഞാൻ അടിക്കുന്ന പെർഫ്യൂം വേറെ സാധനം റസാസി. നമ്മൾ ചെറിയ പരിപാടിയില്ല, ഞാൻ എടുത്ത് അടിച്ചിട്ടുണ്ട്. ഒളിപ്പിച്ചേക്കേണ്ട സമയം. അടിപൊളി സാധനമാണ്, കുറെ കാലം ഞാൻ നല്ല ലാസ്റ്റ് ലാസ്റ്റിങ് കിട്ടും ഡെഫിനറ്റ്ലി. ഞാൻ റസാസിന്റെ സാധനമാണ്. ചൂടാണ്, കുറച്ച് പ്രായമൊക്കെ എന്തെങ്കിലും ടേസ്റ്റ് കിട്ടിയല്ലേ. അതാണിത്. അതേപോലെ വന്നു ചെയ്ത് ഇദ്ദേഹമാണ് അദ്ദേഹം. മറ്റന്നാൾ നാട്ടിൽ അല്ലേ അവിടെ തിന്നുന്ന യാതൊരു നിർബന്ധമില്ല. തിന്ന ആൾക്കാരുടെ പ്രായം നോക്കിട്ട് പോയിന്നെയാണ് അവിടെ നിങ്ങള് കുറച്ച് തുറന്നിട്ട് പേരും ചൂടുന്നിവിടെ 30 മിനിറ്റായി കഴിച്ചു മതിട്ടാ. ഇനി പോയി കിടന്നോളി, ഞാൻ ഇത് അപ്ലോഡ് ആകൂല പിന്നെ. ഇത് ഫുള്ള് കുക്കിംഗ് ബ്ലോഗ്. ഓക്കെ ഗൈസ്, ഗുഡ് നൈറ്റ്.